നമ്മളിപ്പോൾ 3:30 വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് പാല, ഈരാറ്റുപേട്ട, വാഗമൺ കൂടിയിട്ടാണ്. അപ്പോൾ ഇതുവഴി പോകുന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. നമ്മൾ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇല്ലിക്കലിലൊന്നും പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഇല്ലിക്കലിലേക്കാണ് ഇപ്പോൾ ആദ്യം പോകുന്നത്. ഒരു 6:20 നമ്മൾ ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് പ്രതീക്ഷിത പോലെയുള്ള കോടമഞ്ഞൊക്കെ കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഏകദേശം ഒരു 6:45 നേരം വെളുത്തു. നല്ലപോലെ കോടമഞ്ഞൊക്കെ തട്ടുവട്ടായിട്ട് താഴത്തെ മലകളിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പുറത്തെ മലയിൽ നിന്ന് സൂര്യൻ പതിയെ ഉദിച്ചു വരുന്നുണ്ട്. നല്ല ഭംഗിയാണ്. നമ്മളിതാ ഇവിടെ നിന്നിങ്ങനെ നോക്കുമ്പം നമ്മളെ കൂടെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. 2 പേരും നല്ല ഉറക്കമായിരുന്നു. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പോഴും എന്ത് ചെയ്യുകയാണ്, നമുക്ക് പോയി നോക്കാം. നല്ല കാറ്റാണ് കേട്ടോ. ഇവിടെ നിന്നിങ്ങനെ നടന്നിങ്ങനെ കയറി പോകുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഇപ്പോഴും 2 പേരും നല്ല ഉറക്കമാണ്. 2 പേരും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ സ്വന്തം സഹചാരികളായ 2 പേര്, ബ്ലൂയിയും ലൂയിയും. വിളിച്ചു നോക്കാം നമുക്കൊന്ന്. ബ്ലൂയി എണീറ്റിട്ടുണ്ട്. ഇത് ബ്ലൂയി, മറ്റത് ലൂയി. ലൂയിനെ നമ്മൾ ഗുണ്ടു എന്നാണ് വിളിക്കണേ. 2 പേരും കൂടെ ഒന്ന് പുറത്തിറക്കി. ആദ്യമായിട്ടാണ് വീടിന് 2 പേരും പുറത്തിറങ്ങുന്നത്, ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവൊക്കെ. അപ്പം 2 പേരും സൂര്യോദയമൊക്കെ കാണാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. 2 പേർക്ക് നല്ല പേടിയുണ്ട്. ഓടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഴുത്തിൽ ഈ ബെൽറ്റ് ഇട്ടിരിക്കണേ. ഏകദേശം 7:30 നമ്മൾ തിരിച്ച് പോരുകയാണ് ഇടുക്കിയിലേക്ക്. ഇപ്പോഴും ആ മേഘങ്ങൾ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ. നമുക്ക് മഞ്ഞില്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ വാഗമണ്ണിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളെ ഒരുപാട് നിരാശപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു ഇത്. കാരണം നമ്മൾ ഭയങ്കര മഞ്ഞായിരിക്കും, നല്ല തണുപ്പുണ്ടെന്നൊക്കെ വിചാരിച്ച് വന്നായിരുന്നു. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു, ഭയങ്കര ചൂടും. അങ്ങനെ നമ്മൾ വാഗമണ്ണിൻ്റെ എൻട്രൻസ് കടന്നു. ചൂടായതുകൊണ്ടായിരിക്കും ഗുണ്ടു ഡാഷ്ബോർഡിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആളവിടെയാണ് കംഫർട്ടബിൾ എന്ന് ഫീൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്താണ്, നമ്മൾ കുറേ നേരമായിട്ടുള്ള യാത്രയല്ലേ, അപ്പോൾ കുറച്ച് സമയം ഇറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു. വാഗമണ്ണ് തന്നെയുള്ളൊരു പുഴയുടെ സൈഡിലാണ്. 2 പേരെ ഇറക്കി നിർത്തി കുറച്ച് സമയം റിലാക്സ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ കയറി വണ്ടിയിലോട്ട് തിരിച്ച് നമ്മളത് ആ ചപ്പാത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്ത് പാലത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം വന്നപ്പോൾ തൊട്ട് ചപ്പാത്ത് പാലം എപ്പോഴും ഫേമസ് ആണ്. മുല്ലപ്പെരിയാർ തുറന്നു വിടുകയോ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞിറങ്ങി ആദ്യം വെള്ളം കയറുന്നത് ഇവിടെയാണ്. ഇതാണ് ചപ്പാത്ത് പാലം. നമ്മൾ ചപ്പാത്ത് പാലം കടന്ന് സിറ്റിയിലേക്ക് കടന്നിരിക്കുകയാണ്. ചപ്പാത്തിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര കട്ടറും കുഴിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി സമയം മയങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആ പൂപ്പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ അടുത്താണ് പൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. ഭയങ്കര പ്രകൃതി മനോഹരമായൊരു സ്ഥലമാണ് പൂപ്പാറ എന്ന് പറയുന്നത്. നിറയെ തേയിലത്തോട്ടങ്ങളും പിന്നെ നമ്മുടെ കുറേ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അവിടെ. നമ്മൾ പൂപ്പാറ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് 2 പ്രത്യേകതയുണ്ട് ഇതിന്. നമുക്ക് ഇവിടെ നിന്ന് എറണാകുളത്തേക്കും പോകാം, തമിഴ്നാട്ടിലേക്കും പോകാം എന്നുള്ളതാണ് ഈ ടൗണിൻ്റെ പ്രത്യേകത. ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാക്കാട്, രാജകുമാരി, എറണാകുളം പോകാം. റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തമിഴ്നാട്, തേനി അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം. നമുക്ക് നേരെയാണ് പോകേണ്ടത്. പാലം കടന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരിയനാൽ മൂന്നാർ റോഡാണ്.
അങ്ങനെ നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ എത്തുന്നതിൻ്റെ ഒരു സന്തോഷവും ആശ്വാസവും ഒക്കെ എൻ്റെ മുഖത്ത് കാണാം. നല്ല വെയിലായിരുന്നു. ഏകദേശം ഒരു 11:30-12 മണിയായി. എങ്കിൽ പോലും നല്ല മഞ്ഞും നല്ല തണുപ്പൊക്കെ ഉണ്ട്. വഴിയിലൊരു ക്യാരറ്റ് വിൽക്കുന്ന ചേട്ടനെ കണ്ടു. ഒരെണ്ണം 30, ഒരെണ്ണം 40-ൻ്റെയാണ്. കാണുന്ന ഭംഗിയേ ഉള്ളൂ, വലിയ ടേസ്റ്റൊന്നുമില്ല. അങ്ങനെ നമ്മളിതാ വീടിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സൂര്യനെല്ലി. ആ ഇടതൂർന്ന മലകൾക്കിടയിലൂടെ കാണുന്നതാണ് നമ്മുടെ ആനിറങ്ങൽ ഡാം. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി, വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി. ഇതാണ് നമ്മുടെ കുഞ്ഞു വീട്. അത്യാവശ്യം പച്ചപ്പും ഹരിതാപയൊക്കെ ഉള്ള സ്ഥലമാണ് സൂര്യനെല്ലി ചിന്നക്കനാൽ എന്ന് പറയുന്ന സ്ഥലം. നമ്മളിനി 2 ദിവസം ഇവിടെയാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിൽക്കാൻ പോകുന്നത്. താഴെ മൊത്തം ഏലക്കാടാണ്, ഏലത്തോട്ടമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു വീട്. അപ്പോൾ ഇനി 2 ദിവസം കഴിഞ്ഞുള്ള വിശേഷങ്ങൾ പിന്നെ കാണാം. അതേ.